ഓക്കെ ഗൈസ്, ഇവിടെ ഇപ്പോൾ വീട്ടിലിരുന്ന് ബോറടിക്കാനട്ടാ. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം. റോക്കിനും കൊണ്ടേ എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. എടാ റോക്കിയെ, നമുക്കിന്ന് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോയാലോ? എന്ത് പറയണു? ആടെ ജാക്കേ, നമുക്ക് എങ്ങോട്ടെങ്കിലും കറങ്ങാൻ പോവാം. ഇവിടെ ഇപ്പൊ വീട്ടിലിരുന്ന് ബോറടിക്കുക. എടാ റോക്കിയെ, ഒരു മിനിറ്റ്, എന്നെ ആരും വിളിക്കണ്ട്. ഇതാ മറ്റേ ഫ്രാങ്ക്ലിൻ അല്ലേ? എടാ ഫ്രാങ്ക്ലിന് എന്താ വിളിച്ചേ? എന്താ കാര്യം? എടാ ജാക്കേ, അത് പിന്നെ നിന്റെ സിറ്റിയിൽ ഒരു പുതിയ കാറ് വന്നൂലോ, അതും മെർസിഡസിന്റെ ഒരു കോൺസെപ്റ്റ് കാറ്. എനിക്ക് നേരത്തെ ഒരു ഇൻഫർമേഷൻ കിട്ടിയതാ. മെർസിഡസിന്റെ കോൺസെപ്റ്റ് കാറാ, അതും എൻ്റെ സിറ്റിയിലാ. എന്നിട്ട് ഈ കോൺസെപ്റ്റ് കാറ് അതെന്ത് സംഭവം? ഈ കോൺസെപ്റ്റ് കാർ എന്ന് പറയണതേ അതൊരു റെയർ കാറാ. അത് ഈ ലോകത്ത് തന്നെ ആകെ 2-3 മാത്രമേ ഉള്ളൂ. അതിലിപ്പോൾ ഒരെണ്ണം നിന്റെ സിറ്റിയിലുണ്ട്. നിന്റെ സിറ്റിയിലെ എയർപോർട്ടില്ലേ, ആ എയർപോർട്ടിൽ ഏതൊരു വെയർ ഹൗസിലുണ്ട് ആ കാറ്. എനിക്ക് അങ്ങനെയാണ് ഇൻഫർമേഷൻ കിട്ടിയേ. നീ ഇപ്പോൾ എന്തായാലും ഒരു കാര്യം ചെയ്യ്, എയർപോർട്ടിൽ പോയിട്ട് നോക്കി നോക്ക് ആ കാർ അവിടെ ഉണ്ടോന്ന്. ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല, അതങ്ങ് അടിച്ചു മാറ്റിയേക്ക്. അതൊക്കെ വിറ്റാലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. ആണോ? എന്നാ ശരി, ഞാനൊന്ന് നോക്കി നോക്കട്ടെ. ആ കാർ അവിടെ ഉണ്ടായാൽ മതിയായിരുന്നു. ഓക്കെ, ഇവിടെ ഇപ്പോൾ ഫ്രാങ്ക്ലിൻ നമ്മളെ വിളിച്ചേക്കാൻ കേട്ടാ. എന്നിട്ട് ഒരു ഇമ്പോർട്ടൻ്റ് കാര്യം പറഞ്ഞു. സംഭവം വേറൊന്നുമില്ല, നമ്മുടെ സിറ്റിയിലെ ഒരു കാറ് വന്നു. അത് പക്ഷേ ഏതൊരു കോൺസെപ്റ്റ് കാറാ. ആ കാറ് പക്ഷേ ഭയങ്കര റെയറാ. ആ കാർ അടിച്ചു മാറ്റി നമ്മൾ വല്ലവർക്കും വിൽക്കുകയാണെങ്കിലേ നമുക്ക് ഇഷ്ടം പോലെ ക്യാഷ് കിട്ടും. മില്യൺസ് അല്ല, ബില്യൺസ് അല്ല, നമുക്ക് ട്രില്യൺസാ കിട്ടുക. ഈ ട്രില്യൺ എന്ന് പറയുമ്പോൾ എത്രയാ? 1000 ബില്യണാന്ന് തോന്നുന്നുണ്ട്. 1000 ബില്യണാണ് ഒരു ട്രില്യൺ. അത്രയും ക്യാഷ് നമുക്ക് കിട്ടും. ആ കാറ് പക്ഷേ എയർപോർട്ടിലല്ലേ, നമുക്കപ്പോൾ നേരെ എയർപോർട്ടിൽ പോവാം. ഞാൻ പക്ഷേ അറിയാണ്ട് ഒരാളെന്നെ ഇടിച്ചിട്ടു. ഇപ്പോൾ ദേ പോലീസുകാർ എൻ്റെ പിന്നാലെ വരിക. ഇപ്പോൾ എയർപോർട്ടിലേക്ക് പോണതേ ഒട്ടും സേഫ് അല്ല, പോലീസുകാരും നമ്മുടെ പിന്നാലെ വരും. നമുക്കപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഈ പോലീസുകാരെ ഇങ്ങ് തീർത്തളയാം, ഒരാളെയും ബാക്കിയേക്കണ്ട. എടാ ജാക്കേ, നീ എന്നിട്ട് പണി കാണിച്ചേ. നീ ഒരാളെന്നെ വണ്ടി ഇടിച്ചു കൊന്നു. യു ആർ അണ്ടർ അറസ്റ്റ്. അത് ശരി, എന്നെ അറസ്റ്റ് ചെയ്യാൻ പോവാണോ? നിങ്ങളൊക്കെ ജീവനോടെ ഉണ്ടായാലല്ലേ എന്നെ അറസ്റ്റ് ചെയ്യുള്ളൂ. അതെനിക്കൊന്ന് കാണണം. എന്തുട്ടായാലും ഒരാളെയും വെറുതെ ഇടണ്ട, എല്ലാത്തിനും തീർത്തളയാം. ഇവിടെ പിന്നെ എനിക്ക് 5 സ്റ്റാർ വാണ്ടഡ് ലെവൽ കിട്ടി. ഇവിടെ ഇപ്പോൾ കുറേ പോലീസുകാർ വരും. അയ്യോ, ഇതിപ്പോൾ എന്താണ്ടായേ? എൻ്റെ ഹണ്ടർ പൊട്ടിത്തെറിച്ചല്ലോ. ഈ പോലീസുകാർ ആരനാ എൻ്റെ ബൈക്ക് പോയേ? ഒരാളെയും വെറുതെ വിടില്ല. Meanwhile, ഓക്കെ, ഇവിടെ നമ്മൾ എല്ലാ പോലീസുകാരെയും തീർത്തളഞ്ഞു. ഇനിയിപ്പോൾ ഒരാളും ബാക്കിയില്ല. എൻ്റെ കയ്യിൽ പക്ഷേ ഒരു ബൈക്ക് ഉണ്ടായിരുന്നു, ആ ബൈക്ക് പൊട്ടിത്തെറിച്ചു. അതുകൊണ്ട് തൽക്കാലം നമുക്ക് ഈ ഓട്ടോ എടുത്തിട്ട് നേരെ ഷോറൂമിലേക്ക് പോവാം. എന്നിട്ട് ഒരു പുതിയ കാറാ ബൈക്കാ എന്തെങ്കിലും മേടിക്കാം. ആ ഹണ്ടർ പക്ഷേ നൈസ് ബൈക്കായിരുന്നു കേട്ടാ. ആ ബൈക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിലില്ല. എന്തെങ്കിലും ആട്ടെ, നമുക്കൊരു പുതിയ വണ്ടി എടുക്കാം. ഷോറൂമിൽ പിന്നെ എനിക്ക് ഈ വണ്ടിയൊക്കെ കാണാണ്ട്. അവിടെ പക്ഷേ ഒരു ഗോൾഡൻ കാറുണ്ട്, അതേതാണോ കാറ്? ഇത് പിന്നെ ഫോർച്യൂണറാ. ഇത് ഡെലിവറിക്ക് വെച്ച വണ്ടിയാ. ഈ വണ്ടി ആരാണോ ബുക്ക് ചെയ്തേ? എന്തെങ്കിലും ആട്ടെ, നമുക്ക് തൽക്കാലം ഈ കാർ വേണ്ട. നമുക്ക് ഇവിടെ നിന്ന് ഒരു വണ്ടി സെലക്ട് ചെയ്യാം. ഇവിടെ പിന്നെ നിഞ്ചൊക്കെ ഉണ്ട്. നിഞ്ച നമുക്ക് വേണ്ട. കാർ ഏതാ സെലക്ട് ചെയ്യുക? ഇവിടെ മറ്റേ കറാട്ടി ഉണ്ട് കേട്ടാ. ഇത് ഹ്യുണ്ടായി കറാട്ടി അല്ലേ? എന്നിട്ടായാലും നമ്മൾ ആ കാർ പർച്ചേസ് ചെയ്തു. ഇനി നമുക്കേ അതിൻ്റെ ഡെലിവറി എടുക്കാം. ഡെലിവറി പിന്നെ ഷോറൂമിൻ്റെ ബാക്കിലാ. അപ്പോൾ ഇതാണ് ഹ്യുണ്ടായി കറാട്ട. ഇത് പിന്നെ ബ്ലാക്ക് കളറാ. ബ്ലാക്ക് കളറിൽ കാണാൻ വലിയ കുഴപ്പമൊന്നുമില്ല, നല്ല ഭംഗിയുണ്ട്. നമുക്ക് ഈ വണ്ടി മോഡിഫൈ ചെയ്താലോ? ഈ വണ്ടി മോഡിഫൈ ചെയ്യണ? ഈ വണ്ടിയുടെ ഹോണില്ലേ, അതൊരു രക്ഷയില്ല. ഹോണിന് ഭയങ്കര സൗണ്ടാ. എന്നിട്ടായാലും വണ്ടി ഒന്ന് മോഡിഫൈ ചെയ്യാം. ഇതിൻ്റെ അലോയ്സ് ഒന്ന് മാറ്റാം. കളർ പിന്നെ മാറ്റണ്ട, കളർ പിന്നെ ബ്ലാക്ക് തന്നെ മതി. ഇവിടെ അടുത്ത് പിന്നെ ഒരു വർക്ക്ഷോപ്പ് ഉണ്ട്, അത് ബെന്നിയുടെ വർക്ക്ഷോപ്പാ. ബെന്നി പിന്നെ എൻ്റെ ഫ്രണ്ടാണ്, അവൻ ഫ്രീ ആയിട്ട് വണ്ടിയൊക്കെ മോഡിഫൈ ചെയ്യും. നമുക്കപ്പോൾ അങ്ങോട്ടേക്ക് പോവാം. ഓക്കെ, ഇതാണ് ബെന്നിയുടെ വർക്ക്ഷോപ്പ്. നമുക്കപ്പോൾ ഈ വണ്ടി മോഡിഫൈ ചെയ്യാം. ഞാൻ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ കളർ മാറ്റണ്ട, കളറ് ബ്ലാക്ക് തന്നെ മതി. ഗ്ലാസ് പിന്നെ ടിൻ്റ് അടിക്കാം, ബ്ലാക്ക് കളർ കൊടുക്കാം. പിന്നെ ഇതിൽ എന്തുട്ട് ചെയ്യുക? അലോയ്സ് മാറ്റണ്ട. ഏത് അലോയ്സ് വയ്ക്കുക? ഇത് മതി.
ഈ അലോയ്സ് കുഴപ്പമില്ല. അതിന് നമുക്ക് ബ്ലാക്ക് കൊടുക്കാം. അലോയ്സിന്റെ സൈസ് കൂട്ടണില്ല ഏട്ടാ. ഓ വൈറ്റ്, റെഡ്, ഓറഞ്ച് ഇതൊക്കെ ഭയങ്കര ബോറാ. ബ്ലാക്ക് തന്നെ മതി. ഇവിടെ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്യാം. പിന്നെ സ്മോക്ക് കളറ് ബ്ലാക്കും കൊടുക്കാം. തൽക്കാലം ഇത്രയൊക്കെ മതി. നമ്മുടെ വണ്ടി ഇങ്ങനെ സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാം. ഞാൻ പിന്നെ നൈട്രോ ഇൻസ്റ്റാൾ ചെയ്തില്ലേ, അതുകൊണ്ട് ഈ വണ്ടിയെ നല്ല സ്പീഡിൽ പോവും. എന്തെങ്കിലും ആവട്ടെ. ഇനിയിപ്പോൾ നമുക്ക് നേരെ എയർപോർട്ടിലേക്ക് പോവാം. എയർപോർട്ടിൽ പോയിട്ട് ആ കാർ ഏതാന്ന് അടിച്ചു മാറ്റാം. അത് മെർസിഡസിന്റെ ഒരു കാറാണ്. മെർസിഡസിന്റെ കോൺസെപ്റ്റ് കാറാ. എന്തുട്ടായാലും നോക്കി നോക്കാം. അതിനു മുൻപേ ഈ വീഡിയോ ഇതായിരിക്കും ലൈക്ക് എത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാട്ടാ. അതുമാത്രമല്ല, ചാനൽ ഇതൊരിക്കൽ സബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ കൂടി സബ് ചെയ്യുക. നമുക്കപ്പോൾ നേരെ എയർപോർട്ടിലേക്ക് പോവാം. ഓക്കെ, നമ്മളങ്ങനെ എയർപോർട്ടിലേക്ക് വന്നേക്കാണ് കേട്ടാ. ഇവിടെ പിന്നെ 3 വെയർ ഹൗസ് ഉണ്ട്. ഈ കാണുന്ന വെയർ ഹൗസിൽ വണ്ടിയില്ല. എന്നാൽ പിന്നെ അപ്പുറത്തെ വെയർ ഹൗസിൽ ഉണ്ടാവും കേട്ടാ. ഒരു മിനിറ്റ്, മുമ്പലത്തെ വെയർ ഹൗസിൽ ഒരു കാറുണ്ട്. അതന്നെയായിരിക്കും മെർസിഡസിന്റെ കോൺസെപ്റ്റ് കാറ്. അവിടെ പക്ഷെ കുറച്ച് ആൾക്കാർ നിൽക്കുന്നുണ്ട്. അല്ല, ഇതെന്തത്? ഇവന്മാർ നമ്മളെ വെടിയിക്കണ്ടല്ലോ. അവന്മാർ നമ്മളെ കണ്ടു. തൽക്കാലം ഒരു കാര്യം ചെയ്യാം, എല്ലാത്തിനും തീർത്തളയാം. എല്ലാവർക്കും ഒരു ഹെഡ് ഷോട്ട് കൊടുക്കാം. ഇതൊക്കെ പെണ്ണുങ്ങളാണല്ലോ. പെണ്ണുങ്ങൾക്ക് വരെ ഗ്യാങ് ഒക്കെ ചെയ്യാ. എന്തെങ്കിലും ആവട്ടെ. പെണ്ണുങ്ങൾക്കും ഗ്യാങ് ഒക്കെ ഉണ്ടാവും. ആണുങ്ങൾക്ക് മാത്രം പോരല്ലോ. ഇവിടെ ഇപ്പം എല്ലാവരും തീർന്നാ. ഇവിടെ ഒരാൾ നിൽക്കുന്നുണ്ട്. ഇവളെ നമുക്ക് കൊന്നളയാം. എന്നാ പിടിച്ചോ. അങ്ങനെ അതിൻ്റെ കാര്യത്തിലും തീരുമാനമായി. ഇത് ഏതൊരു പെണ്ണുങ്ങളുടെ ഗ്യാങ്ങാ. ഇത് കണ്ടില്ലേ? ഇത് ഏതാ ഗ്യാങ്? ലോസ്റ്റ് ഗ്യാങ് ആണോ? ഇതാ ലോസ് ആൻഡോസിലുള്ള ലോസ്റ്റ് ഗ്യാങ് ആണെന്ന് തോന്നുന്നുണ്ട് കേട്ടാ. ആരുടെ ആൾക്കാരോ? എന്തെങ്കിലും ആവട്ടെ. അപ്പോൾ ഇതാണ് ആ കാറ്, മെർസിഡസിന്റെ കോൺസെപ്റ്റ് കാറ്. സംഭവം നൈസായിട്ടാ, ഒരു രക്ഷയുമില്ല. ഈ വണ്ടിയുടെ അലോയ്സ് കാണാനും നൈസായിട്ടുണ്ട്. ഇത് പിന്നെ പെട്രോൾ വണ്ടിയാണ് കേട്ടാ. ഞാൻ ആദ്യം വിചാരിച്ചത് ഇലക്ട്രിക് ആവുന്ന. ഇത് പക്ഷേ പെട്രോൾ വണ്ടിയാ. എന്നിട്ടായാലും നമുക്കേ ഈ വണ്ടിയുടെ ടോപ്പ് സ്പീഡൊക്കെ നോക്കി നോക്കാം. വണ്ടിക്ക് പിന്നെ അത്യാവശ്യം സ്പീഡൊക്കെ ഉണ്ട് കേട്ടാ. ബൂസ്റ്റർ ഇല്ലാണ്ട് തന്നെ 100 കടന്നു, 200 കടന്നല്ലോ. അതെ, നമുക്കൊന്നുകൂടെ സ്പീഡ് നോക്കാം. നേരത്തത് 200 കടന്നേ, ഇപ്പത് 180 കടന്നു. 200 കടന്നു. ബൂസ്റ്റർ ഇല്ലാണ്ട് 200 കടന്നു. ഇനി 300 കടക്കുമോ? പറയാൻ പറ്റില്ല ഏട്ടാ. ഇത് പിന്നെ കോൺസെപ്റ്റ് കാറല്ലേ, അതുകൊണ്ട് ഇത് നല്ല സ്പീഡിൽ പോവും. 295, 7. 300 കടന്നില്ല. 297 അത്രേ പോയുള്ളൂ. നമുക്കപ്പോൾ ബൂസ്റ്റർ ഇട്ട് നോക്കി നോക്കാം. അന്നേരം എത്ര സ്പീഡിലാണാവോ പോവുക. ബൂസ്റ്റർ ഇട്ടപ്പോൾ 500 കടന്നുട്ടാ. 500 എത്ര കാണിച്ചേ? 539. അതാണ് ടോപ്പ് സ്പീഡ്. ഞാൻ പണ്ട് സുപ്ര കൊണ്ടുവന്ന